സോ ഗൈസ്, നമ്മളെ ചാനൽ ഒരിക്കലും അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് മാത്രം അല്ല. ലഭ്യ എന്ത് ഇതല്ല ഇത്. ഇന്നിപ്പോൾ നമ്മൾ ഇതെൻ്റെ അനിയനാണ്, അതായത് ഓനെ അബി എന്ന് പറയും. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഫ്രാസ് എന്ന് പറയും. അപ്പോൾ അവനക്ക് ഞാൻ പറയില്ലേ, ഇതാണ്ടോ മാങ്ങ, ഇത് കുറച്ച് മാങ്ങ ഉണ്ട്, മാങ്ങ അത്യാവശ്യം മാങ്ങ ഉണ്ട്. ഇത് ആക്ച്വലി കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവര് പോണത്. പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസുകാരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും പിടിക്കൂല എന്ന് വിചാരിക്കുക, അതിൻ്റെ ഒരു ധൈര്യത്തോട് പോവല്ലേ. അല്ലേ ഇപ്പം നമ്മൾ എവിടേക്കാ പോണ്? എന്തിനാ പോണ്? മാങ്ങ കൊണ്ടേ കൊടുക്കാൻ, അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ദൂരം പോകാനുണ്ട്, ഒരു 10 കിലോമീറ്റർ. പക്ഷെ നല്ല റോഡാട്ടോ നിങ്ങളെ കണ്ടത്. ഇപ്പോൾ റോഡ് അത്യാവശ്യം നല്ലപോലെ ആക്കിയതുകൊണ്ടേ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് പോകാണ്ട്. ഇനി പോണ ഇതൊന്നും ആവില്ല, കാരണം വെറുതെ എന്തിനാ ബൈക്കും വന്ന്. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കാടൊന്നല്ല കേട്ടോ, കാരണം കാളിയാവിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, കടുവ. പക്ഷേ നമ്മളീ ചുറ്റുവട്ടത്തൊന്നുമല്ല, കുറച്ച് അപ്പുറത്തൊക്കെ മാറിയിട്ടാണ്. ഇൻ കേസ് കടുവനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് നോക്കണ്ടേ, പിടിച്ചതിന് ശേഷം മാത്രം. അല്ലെങ്കിൽ കാണിക്കൊന്നുമില്ല, അല്ലെങ്കിൽ കാണിക്കാനുള്ള ധൈര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ആ സ്ഥലത്തേക്ക് പോയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ പറഞ്ഞേ. ഇങ്ങോട്ട് ടാറ്റ എടുക്ക്, ടാറ്റ. ഫോണൊക്കെ ടാറ്റ എടുക്ക്. കുറേ പോകാണ്ട് കേട്ടോ, അതായത് ഇങ്ങനെ കുറേ പോകാണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പം നല്ല റോഡാക്കിയത് കൊണ്ടേ അടിപൊളിയാണ്. അതായത് ഇങ്ങനെ ഈ പോകാൻ വേണ്ടിയിട്ട് പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താവുന്ന ഒന്നും അറിയാനായിട്ടില്ല. ഇപ്പോൾ റോഡ് നിങ്ങൾക്ക് കാണുന്നില്ലേ, അടിപൊളി നൈസ് അല്ലേ. അത്രേ ഉള്ളൂ അതെ, അത് ടാറ്റ എടുത്താൽ അത്രേ ഉള്ളൂ. എവിടെയൊക്കെ പോകുന്നു? ഇതാണ്ടാ റോഡ് കണ്ടോള്, വാവ്, അത് നല്ല നൈസായിരുന്നു. പൾസർ ആയതുകൊണ്ടേ ഒറ്റക്കാച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഗിയർ മാറ്റാനാണെങ്കിലും സ്വിച്ച് ചെയ്യാനാണെങ്കിലും അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണല്ലോ. ക്യാറുണ്ട്, പക്ഷെ ക്യാർ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷേ റോഡ് ഇങ്ങനെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നാട്ടിൽ കൂടെ തന്നെ വരാം. ഇതൊക്കെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് വെറുതെ എങ്ങനെയാണ് നായ്ക്കളെ മറ്റേ ആ മല കാണുന്നുണ്ടോ, അതായത് നമ്മളെ മേലെ കാണുന്നൊരു മലയാണ്, അത് എന്താ കൂമമല അങ്ങനെ എന്തൊരു മലയാണ്. അത്യാവശ്യം പേരുണ്ട്, പക്ഷെ നമുക്ക് അവിടേക്ക് അങ്ങനെ എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതെന്താ അരിമണൽ പാലം. ഇവിടെയൊക്കെ സത്യം പറയുകയാണെങ്കിൽ കുറേ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വരികയൊക്കെ ചെയ്തു. ചെറിയൊരു വ്ളോഗ് പോലെ എടുത്താണ് നൽകിയത്. പിന്നെ നമ്മൾ എന്നും പോഡ്കാസ്റ്റിൻ്റെ ഇനി അടുത്ത സൺഡേ വരുന്നതാണ്, അതിൻ്റെ പിറ്റത്തെ സൺഡേക്കുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനം വരണ്ടാണ്. റോഡ് നോക്കാം, ഗവൺമെൻറ് എന്തായാലും നമ്മളൊക്കെ ഇത് കേന്ദ്ര ഗവൺമെൻറ് പണി ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല ഇതായത് റോഡ്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ നായ്ക്കളും ജാമ്പിയിട്ടാണെങ്കിലും ഇതിപ്പോൾ ഞാൻ പിന്നെ ഗവൺമെൻറ് കയറി കഴിഞ്ഞാൽ ഞാനാണെങ്കിലും ജാമ്പായി എൻ്റെ കുടുംബം വിളിക്കാനേ ഞാൻ നോക്കുള്ളൂ. അതേപോലെ തന്നെ രാജഭരണ വരണേ. പക്ഷേ ഇതിൻ്റെ വ്യൂ കണ്ടാവും. ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണ്ടത്തെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതായത് 2 മരങ്ങളും ഇതിൻ്റെ ഈ റോഡ് നമുക്ക് കാണൂല. അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നിൽക്കുന്ന ഒരു റോഡാണ് ഇത് ഇപ്പം ഞാൻ പോണത്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് വീതി കൂട്ടി കഴിഞ്ഞപ്പോൾ അതോടുകൂടി അത് പോയി കിട്ടി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. റോഡ് നോക്കാം, 2 മിനിറ്റ് ഇല്ല. പിന്നെ കരുവാരൻ്റെക്ക് എത്താൻ നേരത്തെ നമുക്ക് പിന്നെ ഇവിടെ കണ്ടാവും പെരിന്തൽമണ്ണ നീലാഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത്ര വലിയ സുഖമില്ലാത്ത പരിപാടിയാണ് ഇങ്ങനെ ക്യാമറ എടുത്ത് പോണത്. കാരണം അങ്ങാടി എത്താൻ നേരത്തെ നമ്മളിനി തന്നെ ഈ വീഡിയോ എടുത്തിട്ട് പോലീസുകാരെ ചുരുക്കെത്തിയിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓരോ ഫാമിലിക്ക് കൊടുക്കണതൊന്നും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം അത് ടു ബി പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റിയ കാര്യസ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടുവ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിൻ്റെ കടുവനെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് കേൾക്കുമല്ലോ, ആ ന്യൂസ് കേൾക്കുന്ന സമയത്ത് മാത്രം ഞാൻ ഒന്ന് കാണാൻ പറ്റുമോ അറിയില്ല. എന്നാലും എന്തായാലും ഇവിടെ തന്നെ ഞാൻ ഈ ഒരു പെരുന്നാൾക്ക് മുമ്പ് എന്തായാലും പിടിക്കേണ്ടതാണ് ഓല് കരുതുന്നുണ്ട്. പക്ഷെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കടുവനെ കാണിച്ചു തരാം. നല്ലൊരു പക്ഷെ നല്ല എൻ്റെ ക്യാമറ ആക്ച്വലി 12. ഓ മൈ ഗോഡ്,
ആ താറ് കൊള്ളാം, ആ കുട്ടിയും കൊള്ളാം. അഭിയേ അഭിയേ കൊടുക്ക പോണു അഫ്രാസ്. നമ്മൾ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സത്യം പറയണമെങ്കിൽ പിന്നെ വ്യാഴാഴ്ചയാണ്. എനിക്ക് ആക്ച്വലി കുറേ പരിപാടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ലീവാക്കിയത്. ഇപ്പം ഞാൻ നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനിയൻ്റെ ബൈക്കാണ് നാട്ടിൽ. അതിനോട് ഞാൻ കുറേ ചോദിച്ചതാണ് ഈ സാധനം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബൈക്കിന് 40 മൈലേജ് ഉള്ളൂ, ഈ സാധനത്തിന് 55 ഉണ്ട്. ഇത് കണ്ടോ, വാട്ട് എ ബ്യൂട്ടി. ഞങ്ങളുടെ നാട് ഓക്കെ കേരളത്തിലൊരു കേരളം ഉള്ളത് നമ്മളെ മറ്റേ എന്താ പറയുക ഇവിടെയാണ്, ഇവിടെയാണ്, അതായത് കരാറിൻ്റെ അകത്തായിട്ടാണ്. ഇത് കേരള എസ്റ്റേറ്റ് കണ്ടോ. ഇതൊക്കെ ഫുൾ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഒരു ഭയങ്കര രസമുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. പക്ഷേ മക്കൾ കൊളാക്കണാവോ ആ ഒരു വ്യൂ? കൊളാക്കല്ലേ, വണ്ടി പോ പോയി. അപ്പം അതുകൊണ്ട് ഇനി നല്ലൊരു വ്യൂ ഇല്ലേ. ചിലമ്പിലക്കൈ കുട്ടത്തി എന്ന് മാത്രമേ പറയുള്ളൂ, ചിലമ്പിലക്കൈ ഒന്നും പറയാറില്ല. ഓക്കെ, ഇവിടെ ഇതൊക്കെ ശരിക്കേ, കാരണം ഞങ്ങൾ ഒരു ബറോഡ വെള്ളച്ചാട്ടത്തിൽ പോയ സമയത്ത് ആ കാണുന്ന മല ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ, ആ കാണുന്ന മലയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെയാണ് ആ 2 പുലികൾ ഇറങ്ങിയത്. ഓക്കെ, ഇനി വീഡിയോ മിക്കവാറും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, കാരണം വെറുതെ ഇനി കുറച്ചൊരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ വേണ്ട തികച്ച് അപ്പം തന്നെ നമ്മൾ അങ്ങാടി എത്തും. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ആ കുട്ടി വെറുതെ ഡാൻസ് കളിക്കണം. കുട്ടി ഡാൻസ് കളിച്ചിട്ടേ. അപ്പം എന്നാൽ ശരി. അപ്പോൾ അത്ര ഉള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. സോ ഗൈസ്, അപ്പം നമ്മൾ കിട്ടാൻ പോയില്ല. അപ്പം നമ്മൾ ഇത് കൊണ്ടേ കൊടുത്തു, കേക്കുണ്ടോ, ഇത് കൊണ്ടേ കൊടുത്തു, മാങ്ങ കൊണ്ടേ കൊടുത്തു. അത് അവിടുന്ന് ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചു. ഷുഗർ കട്ടായ ഞാൻ എന്തായാലും കുറച്ചുകൂടി ഷുഗർ കഴിച്ചു, കുഴപ്പമില്ല. മാങ്ങ കൊണ്ടെടുത്തില്ലേ? മാങ്ങ എന്താ തന്നെ മുട്ടായി, അതും സാധാ മുട്ടായി അല്ല, ഡയറി മിൽക്കാണ് തന്നത്. അതിൻ്റെ ഇടത്തെ പോക്കറ്റിലുണ്ട്, അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തമാശ എടുക്കലേ, ഇച്ചു വേണം അധികല്ല കേട്ടോ, അധികല്ല കേട്ടോ. അതെ അധികല്ല കേട്ടോ, കേട്ടോ. എനിക്ക് വേണട്ടോ മുട്ടായി, ഇരിക്കാട്ടോ. ഇങ്ങോട്ടല്ലോ, വേണ്ട. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വ്ളോഗ് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നെ എപ്പോഴേലും വരാം. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ. ശരിക്കും